ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദിയിൽ നിന്നും റീനസസും അനോജ ബ്രദറും ചേർന്നിട്ടാണ്. പ്രത്യേകിച്ച് റീനസസിൻ്റെ ജോലിയിലെ പ്രതികൂലങ്ങൾ മാറുകയും തനിക്ക് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന നിലയിൽ ആ ജോലിയിൽ ഒരു ഉയർച്ച ലഭിക്കേണ്ടതിനായിട്ടും ദൈവം തൻ്റെ വെളിയിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ അലിയ തുറന്നു കൊടുക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ അനോജ് ബ്രദറിൻ്റെ ജോലിയിലും തൻ്റെ ജീവിതത്തിനകത്തും ദൈവീകമായ വിടുതലുകൾ സംഭവിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ സൗദിയുടെ പട്ടണത്തിൽ ദൈവരെ ഉയർത്തുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രിയ സിസ്റ്ററിൻ്റെ മകനോടായിട്ട് പ്രാർത്ഥിക്കാം. കാനഡയിലായിരിക്കുന്നു. ആ മകൻ്റെ പഠനത്തിനകത്തൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവർത്തിക്കായി വലിയ ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് നമുക്ക് ഒരുമിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ഈ സമയത്ത് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് മുഖപക്ഷമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരും ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. സകലത്തെയും ഉളവാക്കിയ ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുന്നത് ആ പ്രാർത്ഥന. എങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ കർത്താവെ, റീനസസിൻ്റെ ജോലിയിൽ നിൽക്കുന്ന എതിർപ്പുകൾ, കർത്താവെ തൻ്റെ മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ തൻ്റെ നന്മകളെ തടയുന്നത് ഓർത്ത കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന അസ്വസ്ഥത കൊടുക്കാതെ സന്തോഷം കൊടുക്കാതെ തന്നെ ഞെരുക്കുന്ന മേഖലയിൽ നിന്ന് ദൈവം തന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പ. കർത്താവെ, അങ്ങ് വിടുതലയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക അപ്പ. കർത്താവെ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ ഈ മകൾക്കൊരു പൂർണ്ണ വിടുതൽ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയുടെ എതിർപ്പിനെ അങ്ങ് തീർക്കുന്നതിനായി നന്ദി. അതേപോലെ തന്നെ ഹസ്ബൻഡിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ആവശ്യങ്ങളുടെ മുന്നിൽ കൂടെ ഇരിക്കണം, വഴികളെ തുറക്കണമേ അപ്പ. കർത്താവിൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ തന്നെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, തൻ്റെ മകൻ കാനഡയിലായിരിക്കുന്നല്ലോ, അവിടെ ദൈവം കരുതുകയും കാക്കുകയും ചെയ്യേണ്ടതിനായി ദൈവമാണ് ആ ദേശത്ത് കൊണ്ടുപോയത്. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ ഒരത്ഭുതം, ഒരടയാളം തൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തെ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11, 12, 13 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 12-ാമത്തെ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. പട്ടണത്തിൻ്റെ വാതിലൂടെ അടുക്കുമ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലൊരു വലിയ പുരുഷാരം അവളോടുകൂടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഇനി ജീവിച്ചിട്ട് മറുപടിയില്ല, മാർഗമില്ല എന്ന് പറയുന്നവളെ കണ്ടിട്ട് എൻ്റെ കർത്താവ് തകർന്നവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. വിശ്വസിക്കാവള് അങ്ങനെ വരുന്നതെന്ന് അറിയാവള്. അവൾ കരഞ്ഞോണ്ടാണ് വരുന്നേ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ടെന്ന്? ഞാൻ വെറും വാക്ക് പറഞ്ഞു നിർത്താനല്ല ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ അറിയാം, തൻ്റെ പ്രാർത്ഥനകളിലെല്ലാം മുട്ടുമേലിരുന്ന് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് തൻ്റെ പ്രാർത്ഥനകളിൽ ദൈവത്തോട് നിലവിളിക്കുമായിരുന്നെന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ അനാഥ കുട്ടികൾക്ക് രാവിലെ ബ്രെഡും പാലും ഇല്ലാതിരിക്കുമ്പോൾ ആ മനുഷ്യൻ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി നിന്ന് ദൈവത്തോട് വിളിച്ചു, അപ്പാ, ഹല്ലേലൂയ, അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് രാവിലെ ഭക്ഷണത്തിനുള്ള മാർഗമില്ല. അങ്ങ് കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതാതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാ. കരയുന്ന കുഞ്ഞിനാ പാലുള്ളത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നീതിമാന്റെ നിലവിളി സ്വർഗത്തിലെത്തിയിരിക്കും. 34-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് അറിയാം, എൻ്റെ ചിന്തയ്ക്കകത്തോട്ട് ഞാൻ കയറുകയാണ്. നിങ്ങൾ പുറമേയുള്ള കണ്ണുകളിൽ കാണുന്നില്ലേലും അകമയുള്ള കണ്ണിൽ വചനം വിളിച്ചു പറയുന്നു, 2 or 3 പേരുടെ നാമത്തിൽ എവിടെങ്കിലും ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന്. എങ്കിൽ എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്?
യേശു ഇതിനകത്ത് നിൽക്കുക. യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിൽസൺ ബ്രദറെ, യേശു എന്നെ കണ്ട മനസ്സലിയോ ഇല്ലയോ? ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറയാമോ? യേശു എന്നെ ഇപ്പോൾ കണ്ടാൽ. തിമായിയുടെ മകനായ ബർത്തിമായി യേശു പോകുന്ന വഴിയിൽ ഇരുന്ന് നിലവിളിച്ചു. അവിടെ നിന്ന് എല്ലാവരും അങ്ങ് എതിർത്തപ്പോൾ അവൻ ഉച്ചത്തിൽ വിശ്വാസത്തോടെ നിലവിളിച്ചു. യേശു അവിടെ നിന്നെന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. ഇന്ന് ഇതിനകത്ത് ഉലാവുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ഇരുത്ത കണ്ടാൽ മനസ്സലിയുമോ ഇല്ലയോ? എത്ര പേർക്ക് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം എന്നോടും കൂടെയാ. ഞാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ല. കർത്താവേ, ഈ ആരാധന കഴിയുമ്പോൾ ദൈവം മനസ്സലിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അടുത്ത വാക്യങ്ങളിൽ വിടുതലാണ്, അടുത്ത വാക്യങ്ങളിൽ ആൻസറാണ്. വിശ്വസിക്കുന്നവരുണ്ടോ? ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാവോ? ഞാൻ ഭൂമിയെയും, ഹല്ലേലൂയ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളെയും സകലതിനെയും എൻ്റെ മഹാശക്തിയുള്ള ഭുജം കൊണ്ട്, ഹല്ലേലൂയ, ഞാൻ ഭൂമിയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത പദമാ അടിവരയിട്ടേക്കുന്നത്, എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. മനസ്സലിയുക എന്ന പുതിയ നിയമത്തിൽ എഴുതുമ്പോൾ, ഹല്ലേലൂയ, പഴയ നിയമത്തിൽ പറയുന്നു ബോധിച്ചവൻ, ഹൃദയപ്രകാരമുള്ളവൻ, സ്നേഹിതൻ, ഹല്ലേലൂയ, പ്രാർത്ഥനാ മനുഷ്യൻ, ഹല്ലേലൂയ, അഭിഷേകം പകരപ്പെട്ടവൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ലോകത്ത് എത്ര പേര് പറയും ദൈവത്തിന് ബോധിച്ചവൻ, ദൈവത്തിന് ബോധിച്ചവൻ? ഇവിടെ ഇന്ന വീട്ടുകാർക്ക് കൊടുക്കത്തോളം എഴുതിയിട്ടുണ്ടോ? ഇന്ന ക്വാളിഫിക്കേഷൻ ഇത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചവർക്ക് കൊടുക്കത്തോളം എഴുതിയിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ഭൂമിയെയും ഭൂതലത്തെയും മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ട്. ഞാൻ ഈ വാക്യം അവൻ ഒരാൾക്ക് കൊടുക്കുമെന്ന് തോന്നിയാൽ അവനത് ചെയ്തിരിക്കും. വാക്യമുണ്ട് വാസ, വേറെ വാക്യമുണ്ട്. റോമാലേഖനം 9-ാം അധ്യായം 15-ാമത്തെ വാക്യം. എന്നിട്ട് ഈ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, എൻ്റെയും നിങ്ങളുടെ ആരാധന, എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതായിരിക്കും. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നീ ഇന്ന് ഭാരത്തോടെ ഇതിനകത്ത് വന്നു നിൽക്കുമ്പോൾ ആ കണ്ണുകൾക്ക് നിന്നെ ബോധിച്ചാൽ ഇന്നു മുതൽ നീ വ്യത്യസ്തനായിരിക്കും. ഇന്നു മുതൽ നിന്റെ പട്ടണത്തിൽ നീ വ്യത്യസ്തനായിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഒരേപോലെ വാഗ്ദത്തം കേട്ടവരും വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശികളുമായ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ്. എൻ്റെ മേളിൽ പകരപ്പെട്ട അതേ ആത്മാവാണ് നിങ്ങളുടെ മേളിൽ പകരപ്പെട്ടിരിക്കുന്നത്. നിങ്ങളിലൂടെ നൂറുകണക്കിന് അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം എഴുന്നേൽക്കുകയാണ്. എൻ്റെ ദൈവത്തെ ഒന്ന് സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാകും? ഹരിയ, നിങ്ങൾ എത്ര പേർ വിളിച്ചു പറയും ഞാനൊരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്? ഹരിയ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹരിയ, ഞാൻ ഈ പറയുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഒരുമിച്ചൊന്ന് കരമുയർത്തി പിടിച്ചൊന്ന് നന്ദി പറയും? ഹല്ലേലൂയ. നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകുക. 10-ാമത്തെ വാക്യം, ദൈവം പ്രവൃത്തി അറിയുന്നവനാ. ദൈവം ഓർക്കും, ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായിരിക്കാം, പ്രതിസന്ധി ആയിരിക്കാം, പക്ഷേ നീ തിരിച്ചറിയേണ്ടത് എൻ്റെ ദൈവം കരുതുന്നവനും എൻ്റെ ദൈവം എന്നെ അറിയുന്നവനും എൻ്റെ ദൈവം എൻ്റെ നാളുകൾ മനസ്സിലാക്കിയവനുമാണെന്ന് തിരിച്ചറിയാമെങ്കിൽ, വിശ്വസിക്കാമെങ്കിൽ പറഞ്ഞോ, എൻ്റെ ഈ മുടി കറുക്കുകയും വെളുക്കുകയും അവൻ അറിയാതെ സംഭവിക്കത്തില്ല. ഇത് താഴെ വീഴണമെങ്കിൽ അവൻ സമ്മതിക്കണം. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ നിശ്ചയമായി ഇന്ന് എനിക്കൊരു വിടുതൽ തരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളുടെ അവകാശികളുടെ അനുകാരികളായിത്തീരും. അപ്പം 1, മന്ദത, തണുത്തു പോയവരുണ്ട്. 2, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്.
3 ഉത്സാഹം കുറഞ്ഞു പോയവരുണ്ട്. ഇന്ന് പകൽ വീണ്ടും നിൻ്റെ ആ മന്ദത എന്നൊരു ഉണർവ് നിൻ്റെ മേലിൽ വ്യാപരിക്കണം. 2, നിൻ്റെ മേലിൽ അവിശ്വാസം വർദ്ധിക്കണം. എൻ്റെ ദൈവം പ്രവർത്തിക്കും, എൻ്റെ ദൈവം ചലിക്കും. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം അങ്ങനെ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടിയല്ല. 13-ാമത്തെ വാക്യം ശ്രദ്ധിക്കുന്നവർക്ക് കാണാം. 13-ാമത്തെ വാക്യം, അവൻ അബ്രഹാമിനോട് 24 വർഷം നീണ്ടു നിന്ന ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനായ ഹല്ലേലൂയ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് അറിയാ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. എത്ര പേര് ഒരുമിച്ചൊന്ന് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കും? വാക്ക് പറഞ്ഞവൻ മാറാത്തവനായി ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു ഉത്സാഹം ഇന്ന് കാണിക്കുമെങ്കിൽ വാക്ക് പറഞ്ഞവൻ ഇന്ന് ചിലത് കൈമാറാൻ പോകുക. നിൻ്റെ മേലോട്ട് ഇന്ന് നിൻ്റെ മേലോട്ട് ചിലത് കൈമാറാൻ പോകുക. വിശ്വാസ കണ്ണിൽ കാണാൻ പറ്റുന്ന എത്ര പേരുണ്ട്? വിശ്വാസം എന്ന് പറയുമ്പം ഹല്ലേലൂയ അറിയ വിശ്വാസികൾ എന്ന് പേരാണെങ്കിലും 2 വിധത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. ഒരു വിഷയം ആഗ്രഹിച്ച നിലയിൽ കാണാതെ വരുമ്പോൾ 2 നിലയിൽ സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ലഭിക്കത്തില്ലായിരിക്കും. പക്ഷെ സമയം തെറ്റിയാലും ചിലവർ പറയും അത് ദൈവം നിശ്ചയമായും തരും. ഇന്ന് ഇതിനകത്തിരിക്കുന്നവർ എത്ര പേരാ ഏത് കൂട്ടത്തിലാണ് നിൽക്കുന്നത്? നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അത് നടക്കാതെ വരുമ്പോൾ എനിക്കത് കിട്ടത്തില്ലായിരിക്കും, എനിക്കത് ദൈവം തരത്തിലായിരിക്കും എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലവരെ വിശ്വാസം ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞിട്ട് അവർ പറയും ദൈവം വാക്ക് മാറാത്തവനാണ്, ദൈവം അത് ചെയ്തിരിക്കും. നിങ്ങൾ നോക്കുക, വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് ഒന്ന് തിരിച്ചറിയേണ്ടത് മന്ദതയുള്ളവരാകരുത്. എൻ്റെ ദൈവം പറഞ്ഞത് വലിയവനാ പറഞ്ഞേക്കുന്നത്. എൻ്റെ ദൈവം പറഞ്ഞേക്കുന്നത് ഭയങ്കരനായ കാര്യമാണ്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഞാൻ ഈ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളെ ദൈവം ദേശം ഉറ്റുനോക്കാൻ വിടുകയാണ്. ദൈവം പ്രോമിസ് ചെയ്ത സ്ഥലം, ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥലം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് ഒരു കാര്യം ഉറപ്പിച്ചെന്ന് പറയാൻ പറ്റും? ഞാൻ വന്നത് ദൈവത്തെ ആരാധിക്കാനാ. ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറയാവോ? ഈ ഒരു ഉന്മേഷം തന്നെ നിങ്ങളുടെ മേളിൽ വ്യാപരിച്ചാൽ ഇന്ന് വിടുതൽ നടക്കും. 13:25 അവർ 12 ഗോത്രക്കാരിൽ നിന്ന് ഓരോരുത്തർ ഹല്ലേലൂയ തിരഞ്ഞെടുക്കപ്പെട്ടവർ 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കിയിട്ട് മടങ്ങി വന്നു. ഇനി അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹ്റോന്റെയും ഇസ്രായേൽ മക്കളെയും സർവ്വസഭയുടെയും അവിടെ കണ്ട ജനമൊക്കെയും അധികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ നോക്കേ, ഞങ്ങൾ ആ ദേശം ഉറ്റുനോക്കാൻ ചെന്നപ്പം ഞങ്ങൾക്കത് ലഭിക്കത്തില്ലെന്നുള്ള ഉറപ്പായെന്നാണ് അവർ പറയുന്നത്. കാരണം അവിടെ അനാക്യ മല്ലന്മാരെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടുക്കിളികളാണ്. ചിലവർ പരീക്ഷ എഴുതിയിട്ട് തിരിച്ചറിഞ്ഞു വന്നിട്ട് പറയുന്നതെന്ന് അറിയാവും. ചോദിച്ചാൽ ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ചിലവർ ഹല്ലേലൂയ ഡോക്ടറെ കാണുന്നതിന് മുമ്പേ പേടിക്കും, തിരിച്ചു വന്നിട്ടും പേടിക്കും. പക്ഷെ നിന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വചനം നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി എന്തെല്ലാം നിന്റെ മുമ്പിൽ സംഭവിച്ചാലും നീ പറയേണ്ടത് എൻ്റെ ദൈവം അത് ചെയ്യും, എൻ്റെ ദൈവം അത് ചെയ്യും, എൻ്റെ ദൈവം അത് ചെയ്യും, എൻ്റെ ദൈവം അത് ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങൾ നോക്കേ, യോബിനുള്ളത് മുഴുവൻ പിശാച് കൊണ്ടുപോയി. പക്ഷെ യോബിൻ്റെ മനോഭാവം എന്താണെന്നുള്ളതാണ് ദൈവത്തിന് അറിയേണ്ടത്. ദൈവത്തിന് ഭയങ്കര ഉറപ്പാണ് കേട്ടോ തൻ്റെ ഭക്തനെ കുറിച്ച്. യോബ് ഭക്തി വിട്ടില്ല. എത്ര പേരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പറയും. ഇതിനകത്തിരിക്കുന്ന പലരും നിരാശപ്പെടുന്നവരുണ്ട്, ഇതിനകത്തിരിക്കുന്ന പലരും ഭാരപ്പെടുന്നവരുണ്ട്, ഇതിനകത്തിരിക്കുന്ന പലവർക്കും പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്ത അനുഭവമുണ്ട്. നീ അസാധ്യതകളുടെ നടുവിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നിന്റെ മനോഭാവം എന്താണെന്നൊന്ന് മനസ്സിലായ വാഗ്ദത്തം അങ്ങനെയുള്ളവരാ തിരിക്കുന്നത്. ഇതാ 3 പേര് ആ തീ കത്തി തീരാൻ പോകുക. പക്ഷേ അവരുടെ മനോഭാവം അവിടെ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലേലും
നോ കോംപ്രമൈസ്. ഈ ദൈവത്തെ തന്നെ ഞങ്ങൾ സേവിക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വാഗ്ദത്തത്തെ അവകാശമാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, വാഗ്ദത്തം ദൈവം നേരിട്ട് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാതെ അവർ വന്ന് പറയുക അതൊന്നും കിട്ടത്തൊന്നുമില്ല. അവിടെ അനാക്യ മല്ലന്മാരും വെട്ടുക്കിളി പോലെ അവരുടെ മുമ്പിൽ, ആ രാക്ഷസന്മാരുടെ മുമ്പിൽ ഒന്നുമല്ല നമ്മൾ. പക്ഷെ രണ്ടുപേര് നേരെ തിരിച്ചു പറയുക. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നോക്കിയേ, രണ്ടുപേര് പറയുന്നത് അതിൻ്റെ 6-ാമത്തെ വാക്യം, 14-ന്റെ 6-ാമത്തെ വാക്യം തുടങ്ങി. മറ്റേ 10 പേര് ഭൂരിഭാഗവും പറഞ്ഞത് അതൊന്നും ശരിയാകത്തില്ല, അതൊന്നും നടക്കത്തില്ല. പക്ഷെ 2 പേര് മാത്രം വന്ന് പറയുക ഞങ്ങൾ പോയി കണ്ട ദേശമുണ്ടല്ലോ അത് ഭയങ്കര സൂപ്പറാ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത പദം പറയുക, ഹല്ലേലൂയ. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം ഉയർത്തിപ്പിടിച്ച അവനെ ഇസഹാക്കിൻ്റെ ദൈവമാണ്, അവൻ യാക്കോബിൻ്റെ. ഇതാ എന്തുകൊണ്ടാണ് ദൈവം ഇത് പറയുന്നതെന്നറിയാവോ? എൻ്റെ ദൈവം പറയും എനിക്ക് അവനെ മറക്കാൻ പറ്റത്തില്ല, എനിക്കവനെ തള്ളിക്കളയാൻ പറ്റത്തില്ല, ഞാനത് ചെയ്തിരിക്കും. ഒരു ഭക്തൻ്റെ പ്രത്യേകതയായത്, ഭക്തനെ അത്രത്തോളം ഇഷ്ടമാണ് എൻ്റെ ദൈവത്തിന്, ഭക്തനെ അത്രത്തോളം വലിപ്പം എൻ്റെ ദൈവത്തിന്. നിങ്ങൾ ഈ നിരാശ പിടിച്ച് നിൽക്കുന്ന എത്ര പേർക്ക് ഒരുമിച്ചൊന്ന് കരമുയർത്തി പിടിച്ച് പറയാൻ പറ്റും? നിങ്ങളുടെ വിഷയത്തിൽ ഒരുമിച്ചൊന്ന് ഭക്തനായി, ദൈവത്തിൻ്റെ ദാസനായി ഒന്നിടിവിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. തീരുമെന്ന് നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞ വിഷയത്തിൽ ഇന്നൊരു അഭിഷക്തൻ ഇടയ്ക്ക് കയറി എന്നൊരു പദം പറയുക, ദൈവമേ അത് അനുവദിക്കരുതേ, ദൈവമേ ആ കാര്യം സാധിപ്പിക്കണേ. തമ്പുരാൻ ഇന്ന് പകൽ അതിൻ്റെ നടുവിൽ പറയും, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാടാ, ഞാൻ അവനോട് പറഞ്ഞത്, അവൻ എന്നോട് പറഞ്ഞത് ഞാൻ മാറ്റത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ആഴമെന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ആരാധനയും വിലയുള്ളതായി കാണണം. ഓരോ വരുന്ന ദൈവാസന്മാരെയും നിങ്ങൾ വിലയുള്ളതായി കാണണം. പ്രാർത്ഥനകളെ നിങ്ങൾ വിലയുള്ളതായി കാണണം. കാരണം ആ ദൈവദാസനുമായിട്ട് നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന ദൈവം വിളിച്ചു പറയും, ഞാൻ അബ്രഹാം മുതൽ ഇന്ന് വരെയും വിശ്വസ്തനായി തന്നെ ചലിക്കുകയാണ്. കാരണം ദൈവം പറയും, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാ, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവനവൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയുടെ നടുവിൽ ആ കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുക. യേശാവിൽ ഇങ്ങനെ ഒരു പേരുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. ആമേൻ ജീസസ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഒറ്റ വേട് മാത്രം മണിക്കൂറുകൾ എന്നോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക, ഞാൻ നിന്റെ ദൈവമാ. ഹല്ലേലൂയ ജീസസ്. ഒന്നുകൂടെ കര ഉയർത്തിപ്പിടിച്ച് പറയാം, ഞാൻ. ആരാ പറയുന്നത് അറിയാവോ? സത്യതാവ് നിന്നെ നോക്കി പറയാ, ഞാൻ നിന്റെ ദൈവമാ, നിന്റെ ദൈവമാകും. എത്ര പേർക്ക് അതൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്? എൻ്റെ ദൈവം എന്നോട് പറയാ, ഭയപ്പെടേണ്ട, കൂടെ ഉണ്ടാ ഞാൻ. അടുത്ത പദം പറയാ, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഓ കർത്താവേ, ആ ഒരു പദവി ഞങ്ങളുടെ മേലോട്ടൊന്ന് പകരണേ. എൻ്റെ ദൈവം എന്ന് എനിക്കൊന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ, എൻ്റെ അപ്പനെന്ന് എനിക്കൊന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ബുദ്ധിമുട്ടിൻ്റെ, വേദനയുടെ, വിഷമത്തിൻ്റെ നടുവിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനിന്ന് ജീവനോടെ നിൽക്കുന്നത് എൻ്റെ ഒരു സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഈ സഭയിൽ വന്നത് എങ്ങനെയാണെന്ന് ദൈവദാസനും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിവിടെ വന്ന് എനിക്ക് ഇരിക്കാൻ വയ്യാതെ ഞാൻ ഒരു കിടപ്പിലായിരുന്നു. ദൈവദാസൻ പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്ക് പരിപൂർണമായൊരു വിടുതൽ തന്നു. ഇന്ന് ഞാൻ ജീവനോടെ നിൽക്കുന്ന എൻ്റെ ദൈവദാസൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കരുണയും എന്നാണ്. ദൈവദാസനെ എൻ്റെ കാണപ്പെട്ട ദൈവം പോലാണെന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ മകളുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും വളരെയേറെ ഭാരപ്പെട്ട് ഇരിക്കുകയായിരുന്നു. ഒത്തിരി മനോവിഷമത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്.
മനുഷ്യരോടൊന്നും തുറന്നു പറയാൻ പറ്റില്ല. അത്രയും സങ്കടത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചു വരുന്നത്. എന്നാൽ കർത്താവ് കഴിഞ്ഞ മാസം 15-ാം തീയതി രാത്രി 10 മണിയോടുകൂടി അവളുടെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതൽ നൽകി. പാസ്റ്റർ പറഞ്ഞിരുന്നു 17-ാം തീയതിക്കുള്ളിൽ സാക്ഷി ഉണ്ടാവുമെന്ന്. അതുപോലെ ജോബിൻ പാസ്റ്ററും പറഞ്ഞു ഡിസംബറിലൊരു പ്രവൃത്തി നടക്കും സിസ്റ്ററെ എന്ന്. കർത്താവേ, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്ത് പോരായിക ഉണ്ടെങ്കിലും ഒരു കുടുംബമായി കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് പണിയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു. ദൈവമേ, റോയ് പാസ്റ്റനും ജോൺ പാസ്റ്റനും എല്ലാം ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എൻ്റെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടു സഹോദരങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾക്കൊരു ലോൺ അടക്കാനുണ്ടായിരുന്നു. സാക്ഷ്യം പറയണത്തിൽ താമസിച്ചു പോയതാണ്. ആ ലോൺ അടക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 82,000 രൂപ അടക്കാൻ ബാക്കി നിൽക്കെ ആ ലോൺ തള്ളിപ്പോകാൻ ദൈവം ഇടയാക്കി. എൻ്റെ ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ നൽകിയ എല്ലാവിധ നന്മകൾക്കും നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ 1 വർഷക്കാലം ഞങ്ങളെ നിർത്തിയ കൃപയ്ക്കായി നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയരെ, സാക്ഷ്യവും ഈ വചനവും നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ മിസ്സാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. 1000കണക്കിന് വീഡിയോകൾ ആ യൂട്യൂബ് ചാനലിൽ അപ്ലോഡാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ എങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കൈവച്ചാട്ടെ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു സീസൺ മാറുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു അത്ഭുതം നടക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ചാട്ടെ. തമ്പുരാൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. തമ്പുരാൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതമാകാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, തമ്പുരാൻ്റെ വലിയ കരം നിങ്ങൾ കാണാൻ പോവുകയാണ്. ആത്മാവിൽ എൻ്റെ കൂടിപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ വലിയ കരം കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അങ്ങയുടെ മക്കളുടെ മേളിലേക്ക് റിലീസാകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇവർ പുതിയത് ചിലത് കാണട്ടെ. തമ്പുരാൻ പുതിയത് ചെയ്യുന്നവരാണ്. തമ്പുരാൻ വീഞ്ഞ് തീർന്നെടുത്ത് പച്ചവെള്ളം കൊണ്ട് പുതിയതിനെ ഉണ്ടാക്കിയതാണ്. അറിയാം വീട്ടിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിധവയുടെ വീട്ടിൽ ഹല്ലേലൂയ ആ മാവിനെ വർദ്ധിപ്പിച്ച, എണ്ണയെ വർദ്ധിപ്പിച്ച ദൈവമാണ്. എങ്കിലും ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഇവരെ കടബാധ്യതയുടെ നടുവിൽ, ഇവരെ രോഗത്തിൻ്റെ നടുവിൽ, ഇവരെ പ്രശ്നത്തിൻ്റെ നടുവിൽ എൻ്റെ ദൈവം പുതിയത് ചിലത് ചെയ്യുകയാണ്. അപ്പാ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ. അപ്പാ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം ഇപ്പോൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം ഇപ്പോൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തീ, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇതൊരു മറുപടിയുടെ സമയമാണ്. ദൈവമേ, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരം, ഹല്ലേലൂയ, യേശുവേ, അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ സന്തോഷം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സന്തോഷത്തിന് വേണ്ടി വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ മഞ്ജുവിൻ്റെ വഴി ദൈവം തുറക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, ഫിലിപ്പിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിൻ്റെ ജീവിതത്തിനകത്ത് ചില നന്മകൾ വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. അപ്പാ, ഡാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വീണ എന്നൊരു പേര് കാണിക്കുന്നു. വീണയ്ക്ക് വേണ്ടി വിവാഹത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, വലിയ വലിയ വാതിലുകൾ തുറക്കട്ടെ. കർത്താവെ, പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹല്ലേലൂയ, പുതിയ തലങ്ങൾ ആവശ്യപ്പെടുന്ന, പുതിയ മേഖലകൾ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവെ, അവരുടെ ജീവിതത്തിനകത്തൊരു ഉയർച്ച വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാനത് പൂർണ്ണമായി സ്വീകരിക്കുകയാണ്. ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അത്ഭുതകരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ വിദേശത്ത് ഹല്ലേലൂയ തലമുറയുടെ ഭാരത്താൽ, വിവാഹത്താൽ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് 2 മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ
വഴിയാണ്. അതേപോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയുടെ കേസിനകത്ത് ഇനി ഒരു വഴിയുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മരണം വരെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ തുറക്കട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം ചലിച്ചതിനായി നന്ദി. കർത്താവെ, ഓരോ മക്കളെയും അങ്ങ് തുടരണമേ അപ്പാ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് 811 നിങ്ങൾ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതാണ് പ്രയർ ലൈൻ. അതിനകത്ത് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാട്ടെ. 9072 വിളിച്ചാൽ വാട്സപ്പാണ്. ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഹല്ലേലൂയ റിപ്ലൈ ചെയ്യുന്നത്. അത് വാട്സപ്പാണ്, പ്രത്യേകമായി ഓർപ്പിക്കുന്നു. മെസ്സേജുകൾ അയച്ചാട്ടെ, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ, ഞാൻ റിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ പ്രത്യേകമായൊരു കാര്യം ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണി മുതൽ നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. 2 മണിക്കൂറാണ്. പ്രത്യേകമായി നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ അനാഥരെ സഹായിക്കുന്ന ഹല്ലേലൂയ എല്ലാ ദിവസവും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്ന മിനിസ്റ്റർ നമ്മൾ ചെയ്യുന്നു. നിങ്ങൾക്കും അതിനകത്ത് പങ്കുചേരാൻ കഴിയും. അതേപോലെ തന്നെ എപ്പിസോഡുകൾക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ സഹായിക്കണം. നിങ്ങൾ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയെ സ്വീകരിക്കണമേ. വിതച്ചാൽ കൊയ്തിരിക്കും, നന്മ കണ്ടിരിക്കും. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോയതായി കാണുന്നില്ല. എങ്കിൽ കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായി 811 നിങ്ങൾ കോൺടാക്ട് ചെയ്യണമേ. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.